Hi, this is me, Jasmine, at Jasmine Vlogs. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്നോട് കുറച്ചധികം ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ കാലിൻ്റെ സർജറിനെ കുറിച്ച് എന്നോട് കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസും വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ കാലിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചവരുണ്ട്. 2024 സെപ്റ്റംബർ 8 രാവിലെയാണ് എൻ്റെ കാല് ഒടിയുന്നത്. മുട്ടിന് താഴേക്ക് ഉള്ള മെയിൻ ബോണും സൈഡിലെ ബോണും ആണ് ഒടിയുന്നത്. കാരണം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും വല്ല ആക്സിഡൻറ്റ് പറ്റിയതാണോ എന്നാണ് വിചാരിക്കുക. പക്ഷേ വലത്തെ കാലാണ് കേട്ടോ. ആക്സിഡൻറ്റ് ഇൻ സെൻസ് വീട്ടിൽ തന്നെ പറ്റിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. എൻ്റെ തലേദിവസം നമുക്ക് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വേസ്റ്റ് വരുന്ന ഫുഡൊക്കെ നമ്മൾ കളയാനും ഒക്കെ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് കളയാൻ വേണ്ടി മീൻചട്ടിയായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പൂച്ചകളുണ്ട്. അപ്പം ബേസിക്കലി എനിക്ക് പൂച്ചകളെ പേടിയാണ്. എനിക്ക് ഇഷ്ടക്കേടൊന്നുമല്ല, പക്ഷെ എനിക്ക് പേടിയാണ് പൂച്ചകളെ. ചിലപ്പോൾ അവരൊന്ന് തട്ടുന്നതൊക്കെ എനിക്കിങ്ങനെ പെട്ടെന്നൊരുള്ള ഒരു പാനിക്കൊക്കെ ഉണ്ടാക്കും. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്കെന്തോ പേടിയാണ് പൂച്ചകളെ ആയാലും ഇപ്പം പട്ടിക്കുട്ടികളൊക്കെ ആയാലായാലും എനിക്ക് കുറച്ച് പേടിയാണ് ആ കാര്യത്തിൽ. ഞാനങ്ങനെ മേ ബി ഞാനങ്ങനെ പെറ്റ്സ് ഒന്നും ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ വീട്ടിൽ പെറ്റ്സ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും ഒരു പാരറ്റ് ഉണ്ടായിരുന്നു. അതും ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും പറത്തി വിട്ടു അത്. കാരണം നമുക്ക് തന്നെ അയ്യോ ഇതിങ്ങനെ കൂട്ടിക്കിടക്കുന്നല്ലോ എന്നാലോചിച്ചിട്ട് നമ്മളത് പറത്തി വിടുക ചെയ്തത്. അപ്പം അങ്ങനെ പെറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പൊതുവേ പെറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ജീവികളോടൊക്കെ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മീൻചട്ടിയായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കാല് പെട്ടെന്ന് കാലിൻ്റെ ഇടയിൽ കൂടെ പൂച്ച പാസ് ചെയ്തു. പൂച്ച പാസ് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് കയറി ചവിട്ടിയ സ്ഥലം വഴുക്കലുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വഴുക്കി വീണപ്പോൾ വലത്തേ കാല് മുട്ട് കുത്തിയിട്ട് മടങ്ങി അകത്തേക്ക് പോയി, ഇടത്തേ കാല് സ്ട്രെയിറ്റ് വന്നു. ആദ്യം ഞാൻ വിചാരിച്ച എൻ്റെ നടുവിന് എന്തോ പറ്റിയെന്നാണ്. ബട്ട് പെട്ടെന്ന് മനസ്സിലായി എനിക്ക്. പെട്ടെന്ന് എൻ്റെ അൺകോൺഷ്യസ് ആയി. പക്ഷെ ഈ കാല് എനിക്ക് വേദന തുടങ്ങി. അപ്പോഴത്തേനും വീട്ടിലാരും കേട്ടില്ല, പുറകിലായിരുന്നു, വീട്ടിലാരും കേട്ടില്ല. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പട്ടിയുണ്ട് ജാക്കി. അപ്പം മമ്മി ഇവിടുന്ന് ഞാൻ വെയിറ്റ് ഉള്ളതുകൊണ്ട് മമ്മിക്ക് വന്ന് ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. അതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് എനിക്ക് എഴുന്നേൽക്കാനും അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി ഇവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട്, ജാസ്മിൻ വീണു എന്ന്. പക്ഷേ പുള്ളി കേട്ടത് ജാക്കി വീണു എന്നാണ്. പുള്ളി വിചാരിച്ചു ഓക്കെ ജാക്കി അല്ലേ, അത് തന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് പൊക്കോളും എന്നാണ് വിചാരിച്ചത്. അപ്പം ആരും വരുന്നില്ല. കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കേട്ടത് ഗ്യാസ് തീർന്നു എന്നാണ്. അപ്പം മൊത്തത്തിൽ ഞാൻ അവിടെ സ്റ്റക്കായി. അപ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലെ എൻ്റെ അലർച്ച കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്ന് അവർ പൊന്തിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫസ്റ്റ് കാല പൊന്തിച്ചേ. ആക്ച്വലി കാലാണ് പ്രശ്നം എന്നുള്ളത് അപ്പോഴെനിക്ക് റിയലൈസ് ആയത്, ഓക്കെ കാലാണ് പ്രശ്നമായത് എന്നുള്ളത്. അങ്ങനെ മോളിൽ നിന്ന് എഴുന്നേറ്റ് ഹസ്ബൻഡും എല്ലാവരും ചേട്ടനും വന്നു. രണ്ടുപേരും കൂടെ എന്നെ പൊക്കി കാറിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഫ്രാക്ചറായി, എല്ല് പൊട്ടിയിട്ടുണ്ട്, ഉടൻ തന്നെ സർജറി വേണം, അർജൻറ്റ് സർജറി വേണം എന്നുള്ളത്. അതിൻ്റെ 2 ദിവസം മുന്നാണ് പപ്പയും മമ്മിയൊക്കെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വന്നിട്ട് പോയതൊക്കെ. അങ്ങനെ സർജറി ചെയ്തു. എൻ്റെ ബോഡി ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പൺ വൂണ്ട് സർജറി ആയിരുന്നു. എൻ്റെ എല്ല് പൊട്ടിയിട്ട് പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഓപ്പൺ വൂണ്ട് സർജറിയാണ്. അങ്ങനെ 10-16 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ, മുട്ടുചിറ ഹോളി ഗോസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ എനിക്ക് സർജറിയൊക്കെ ചെയ്തത്. ഡോക്ടർ ജോർജിയാണ് ചെയ്തത്. അപ്പം എന്നെ ഹെൽപ്പിനായിട്ട് ജയകൃഷ്ണൻ നേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലിസ് സിസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സിസ്റ്റർമാർ അവിടെ ഉണ്ടായിരുന്ന, കുറേ നഴ്സുമാർ 10-16 ദിവസം എന്നെ ടേക്ക് കെയർ ചെയ്തു. ആ സർജറി കഴിഞ്ഞിട്ട് 16 ദിവസം തന്നെ ഞാൻ കംപ്ലീറ്റ് ബെഡിൽ തന്നെ, നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നു എല്ലാം ബെഡിൽ തന്നെ ആയിരുന്നു. എൻ്റെ മമ്മി ആയിക്കോട്ടെ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മദർ ഇൻ ലോ എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ എൻ്റെ ഈ ഒരു ജേർണിയിൽ നിന്നു. അത് കഴിഞ്ഞ് കാലിൽ കമ്പി വന്നു. നീളത്തിലുള്ളൊരു കമ്പിയും ചെറിയ സൈഡിലൊരു പ്ലേറ്റ്, പിന്നെ 9 സ്ക്രൂ, ഇങ്ങനെയായിരുന്നു കാലിന് ഉണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം 1 മാസത്തോളം ഞാൻ വീട്ടിൽ തൃശ്ശൂർ പോയി കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു, ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. ബാത്റൂമിൽ പോകാനൊക്കെയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം എന്ത് കാര്യത്തിനും നമുക്കൊരാളുണ്ടാവണമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കാലിന് ഒരു ഷൂ പോലത്തെ ഒരു സംഭവം തന്നു. 2 മന്ത്സ് അങ്ങനെ ഒരു ഫെബ്രുവരി ഒരു മിഡ് വരെ ഞാനതിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് പയ്യെ
നോർമൽ വാക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. വാക്കറും സ്റ്റിക്കൊക്കെ വെച്ച്. ആൻഡ് ആ ഒരു വർഷം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ജോലി ട്രൈ ചെയ്ത് ജോലി കിട്ടി. പക്ഷെ ചെന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കാല് നമ്മളെ ഒട്ടും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. വേദനകളാണ്, രാത്രി ഉറങ്ങാത്ത കുറേ രാത്രികൾ. പിന്നെ നമ്മൾ മെൻ്റലി ഒരുപാട് ഇത് ഡൗൺഫോളിലേക്ക് വരും. അത് കഴിഞ്ഞ് പിന്നെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരു വർഷമൊക്കെ ആയപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് കമ്പി ഊരാൻ സമയമായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നവംബർ 5-ാം തീയതി ഞാൻ കമ്പി, അതായത് നമ്മുടെ റോഡ് റിമൂവൽ ചെയ്യുന്നത്, യൂറിൻ പ്ലാന്റ് റിമൂവലിനെ ചെയ്യുന്നത്. അത് ചെയ്തത് സുജിത് ഡോക്ടറാണ്. അപ്പം ഈ ഒരു ജേർണി ഞാനിത് സിമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലൊടിഞ്ഞു, കമ്പിട്ടു, ഈ ഒരു ജേർണി എനിക്ക് ഭയങ്കര മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഭയങ്കര ടഫ് പീരീഡ് ആയിരുന്നു. ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തു, എൻ്റെ ബോഡി ഒരു എക്സസൈസ് ഇല്ല, ഞാൻ മെൻ്റലി കുറേ സ്റ്റക്കായി, ഞാൻ ഒരു വർക്കുകളും ചെയ്യണില്ല, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണില്ല, ഞാൻ കുറേ എൻ്റെ ടൈം വെറും വേസ്റ്റായിട്ട് അങ്ങനെ കളഞ്ഞു. പക്ഷേ ഈ ഒരു വർഷം ഞാൻ ആ കളഞ്ഞ സമയത്തുനിന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ അതൊരു ഹീലിംഗ് പീരീഡ് ആയിരുന്നു. അതൊരു സൈഡ്. അതിൻ്റെ ഒപ്പം എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായി ക്ലിയറായിട്ട് മനസ്സിലായ ഒരു വർഷം കൂടിയാണ് ഈ 365 ദിവസം എന്ന് പറയുന്നത്. കറക്റ്റ് 365 ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ ഇംപ്ലാന്റ് റിമൂവ് ചെയ്തു. എനിക്ക് സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ഞാൻ സർജറി കഴിഞ്ഞേ ഉള്ളൂ. സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. എനിക്ക് സ്റ്റെപ്സ് കയറാനല്ല, കയറുന്നതിനേക്കാളും ഇറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് എൻ്റെ മനസ്സിൽ സന്തോഷം തരുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ ഓക്കെ ഈ ഒരു വർഷം ഞാൻ എൻ്റെ വേസ്റ്റ് ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കുന്നതിനോടൊപ്പം എൻ്റെ ഹീലിംഗ് പീരീഡ് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. സൈഡിൽ ഓക്കെ ഞാൻ ഒരു വർഷം വേസ്റ്റ് ചെയ്തല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു വർഷം എനിക്ക് തീർക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം ഇങ്ങനെ വെറുതെ ഇരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അതായത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ ഒരു കുറവ് എൻ്റെ കാലിന് വന്നപ്പോൾ എനിക്കുണ്ടായ കുറേ മാറ്റങ്ങൾ, ഓക്കെ ഇനി എനിക്ക് ചെയ്യാനുണ്ട്. ഇപ്പം എനിക്ക് ലൈഫിൽ എനിക്ക് വ്യക്തമായ ഗോൾസുകളുണ്ട്. ഞാൻ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. എൻ്റെ ഹെൽത്ത് വൈസ്, എൻ്റെ വെയിറ്റ് ലോസ് ജേർണി, ഇതെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിൻ കെയർ ഇൻ സെൻസ് ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ വെടുപ്പിന് ചെയ്യാൻ നോക്കുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്, എനിക്ക് എൻ്റെ ആസ് എ വൈഫ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാറില്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടീസ്, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പോലും എന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, എൻ്റെ മദർ ഇൻ ലോ എന്നെ ഹെൽപ്പ് ചെയ്യും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട്, എൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും. എൻ്റെ വീട്ടിൽ ചെന്നാൽ എൻ്റെ മമ്മി, എൻ്റെ പപ്പ, എൻ്റെ ബ്രദർ, പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ, എൻ്റെ ഏറ്റവും അടുത്ത ആർച്ചാജിതൻ, അങ്ങനെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സുകൾ, ഇവരെല്ലാവരും എന്നെ മെൻ്റലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു ചെറിയ കുറവ് കാരണം, എൻ്റെ ഒരു ചെറിയ കുറവ് എനിക്ക് ചിലപ്പം മുന്നോട്ട് വെക്കാനുള്ള ഒരു ചെറിയൊരു ബ്രേക്ക് തന്നതായിരിക്കാം. സോ അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ യൂട്യൂബ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ ഈ ഒരു ജേർണി പറഞ്ഞപ്പോൾ ഇതൊരു നോർമലാണ്, കുറേ പേർക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. കാലൊടിഞ്ഞു, കമ്പിട്ടു, അത് ഇംപ്ലാന്റ് റിമൂവ് ചെയ്തു, ഇതൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ്ങറായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എനിക്ക് ഈ ഒരു വർഷത്തെ ലെസൺസ് എന്നെ ഹെൽപ്പ് ചെയ്തു. നമുക്ക് എനിക്ക് തോന്നിയൊരു സംഭവമുണ്ട്, നമ്മൾ തന്നെയാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ കയറിയാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് വയ്ക്കാൻ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻസ് അത് ഇതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, നല്ലതാണ്, ചെയ്യുന്നവരുണ്ട്, നടക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടി നമ്മളിടുന്ന ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന്, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് വേണം ലൈഫിൽ, അല്ലെങ്കിൽ വേണം എന്ന് തീരുമാനിക്കുന്ന പോയിന്റിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് റീസണുകൾ നമ്മുടെ ലൈഫിൽ വരും. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റീസൺ ആയിരുന്നു എൻ്റെ ഈ കാല് ഒടിഞ്ഞതും ഒക്കെ. ഞാൻ എൻ്റെ പല തെറ്റുകളും തിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ കാലിൻ്റെ സർജറിനെ കാണുന്നത്. എനിക്കറിയില്ല വെദർ ഇത് കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുള്ളൊരു കാലായി മാറുമോ, അല്ലെങ്കിൽ എനിക്കിപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇനി ലൈഫ് ലോങ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് എനിക്കൊരു തോന്നൽ വന്നു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള തോന്നൽ എൻ്റെ ലൈഫിൽ വന്നു. സോ എൻ്റെ ചുറ്റിനുള്ളവരോട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഐ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ഇപ്പം ഞാൻ അത്രയും കോൺഫിഡൻസ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഐ ആം സോ ഹാപ്പി ദാറ്റ്
ഐ സർവൈവ്ഡ്. ഐ സർവൈവ്ഡ് ദ വേഴ്സ്റ്റ് ടൈം വിത്ത് ഗുഡ് എക്സ്പീരിയൻസസ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ലെഗ് സർജറി. ഏകദേശം 1/2 കിലോളം വെയിറ്റ് വരുന്ന കമ്പിയാണ് എൻ്റെ കാലിൽ കിടന്നിരുന്നത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്ര ഉണ്ടാകും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. 9 സ്ക്രൂ ഇപ്പം നല്ല രീതിയിൽ ഹീലായി വരുന്നുണ്ട്. ബെറ്ററാണ്. വൈകാതെ ഈ സൈഡിലിരിക്കുന്ന സ്റ്റിക്ക് എനിക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ ലെഗ് സർജറിയുടെ ജേർണി. ഇതെനിക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചും വാട്സപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് ചോദിച്ചു. അപ്പം ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതാണ് എൻ്റെ ലെഗ് സർജറിയുടെ ജേർണി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. എനിവേ കുറച്ച് 28 ഫോളോവേഴ്സിൽ നിന്ന് ഒരു 10 ഫോളോവേഴ്സ് എങ്കിലും എനിക്ക് കൂടി യൂട്യൂബിൽ. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ആൻഡ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യു ഷുഡ് ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. ഉപകാരമുള്ള വീഡിയോസ് ആണെങ്കിൽ യു ഷുഡ് ഷെയർ ടു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.